എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2026 എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്നിങ്ങനെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്ലസ് ടുവിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി പഠിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി എന്നിവയുടെ മാർക്കുകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 7 വൈകുന്നേരം 6 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. അപ്പോൾ ce.kerala.gov.in എന്നുള്ള അതായത് ce.kerala.gov.in/scheme2026/ എന്നുള്ള പേജിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡും ആക്സസ് കോഡ് എന്ന് പറയുന്നത് കുറച്ച് നമ്പേഴ്സ് കാണാം. നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏത് നമ്പറാണോ കാണുന്നത് ആ ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ മാർക്ക് സബ്മിഷൻ ഫോർ ENGG എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അതുപോലെ കെമിസ്ട്രി പഠിക്കാത്തവർക്ക് ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്നിവയുടെ മാർക്കും നൽകാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ ഒരു അപേക്ഷ അതായത് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായിട്ടുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിസൾട്ട് വന്നതിന് ശേഷം വിദ്യാർത്ഥികൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടിന് മുമ്പായിരുന്നു കീമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പ്ലസ് ടു റിസൾട്ട് വന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥി നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ സ്കോർ കീം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കീം വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ സ്കോർ കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന വിദ്യാർത്ഥികളെയാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. പ്ലസ് ടുവിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ പ്രത്യേകം വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, അതായത് ഞാൻ പ്ലസ് ടു ഇപ്പോൾ വേറൊരു സബ്ജക്റ്റ് ഞാനിപ്പോൾ തോറ്റിട്ടുണ്ട്, എന്നാൽ ഞാനിപ്പോൾ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഇത് പാസ്സാണ്, ഈ ഒരു 3 സബ്ജക്റ്റുകൾ ഞാൻ ജയിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ടില്ല എങ്കിൽ കെമിസ്ട്രിക്ക് വരാൻ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി ഇതിലേതോ ഒരു സബ്ജക്റ്റ് ഞാനിപ്പോൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക്, അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പ്ലസ് ടുവിന് ഇംഗ്ലീഷ് തോറ്റു, ഒരു ഇംഗ്ലീഷ് വേണ്ട, അപ്പോൾ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് തോറ്റു, അതായത് മലയാളം തോറ്റെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു മലയാളം തോറ്റിട്ടുണ്ട്, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് തോറ്റിട്ടുണ്ട്, എന്നാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഞാൻ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് നൽകാവുന്നതാണ്. എന്നാൽ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ നേടുന്ന ടൈമിലേക്ക് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെയാണ് നിങ്ങൾ തോറ്റതെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതിയിട്ട് ജയിച്ചാൽ മതിയാകും. അപ്പോൾ ആ ഒരു ടൈമിലേക്ക്, അഡ്മിഷൻ ടൈമിലേക്ക് നിങ്ങൾ ആ ഒരു പ്ലസ് ടു ക്വാളിഫിക്കേഷൻ നേടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ മാർക്ക് ഡീറ്റെയിൽസ് എങ്ങനെ നിങ്ങൾ അപേക്ഷയിൽ സമർപ്പിക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് കീം വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷൻ പേജിൽ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തത് കാണാൻ വരും, കീം 2026 ഓൺലൈൻ സബ്മിഷൻ ഓഫ് മാർക്സ് ഡാറ്റ ഫോർ എഞ്ചിനീയറിംഗ് റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കും, പ്ലസ് ടുവിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കെമിസ്ട്രിക്ക് പകരം ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്നിവയുടെ ഏതെങ്കിലും ഒന്നിൻ്റെ മാർക്ക് എന്നിവയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ ഒരു കീമിൻ്റെ എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ കിട്ടിയ മാർക്കും അതായത് 50-50 ആനുപാതത്തിൽ എടുത്തുകൊണ്ട് നിശ്ചിത ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്ലൈ അത് കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ സ്കോർ നിങ്ങളോട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് കീം 2026 എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് യോഗ്യതാ പരീക്ഷയുടെ മാർക്കിൻ്റെ ഓൺലൈൻ സമർപ്പണം. 2026 എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അവർക്ക് യോഗ്യതാ പരീക്ഷയുടെ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം 2ാം വർഷത്തിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ സമർപ്പിക്കേണ്ടതാണ്. കെമിസ്ട്രി പഠിച്ചിട്ടില്ലാത്തവരുടെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോളജി, ബയോടെക്നോളജി എന്നിവയുടെ മാർക്ക് പരിഗണിക്കുന്നതാണ്. മാർക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 7, അതായത് 0-7-2026 വൈകുന്നേരം 6 മണി വരെ, അതായത് ജൂൺ 7 വൈകുന്നേരം 6 മണി വരെ വെബ്സൈറ്റിൽ സൗകര്യം ലഭ്യമാണ്. മേൽപ്പറഞ്ഞ പ്രകാരമുള്ള വെബ്സൈറ്റ് വഴിയുള്ള യഥാസമയം യോഗ്യതാ പരീക്ഷയുടെ മാർക്കുകൾ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളെ 2026 എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മേൽപ്പറഞ്ഞ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിലൂടെ അപേക്ഷകർ അവരുടെ അപേക്ഷാ നമ്പർ, പാസ്വേഡ് എന്നിവ നൽകി ഹോം പേജിൽ പ്രവേശിച്ച ശേഷം മാർക്ക് സബ്മിഷൻ ഫോർ ENGG എന്നുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പരീക്ഷയിൽ നിശ്ചിത വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് സമർപ്പിക്കാവുന്നതാണ്. യോഗ്യതാ പരീക്ഷ പാസ്സായ ബോർഡ്, വർഷം, അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ
എന്നിവ രേഖപ്പെടുത്തുമ്പോൾ വിദ്യാർത്ഥിയുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതത് ബോർഡുകൾ ഈ ഒരു ഓഫീസിൽ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വെബ് പേജിൽ ദൃശ്യമാകുന്നതാണ്. വെബ് പേജിൽ കാണിച്ചിട്ടുള്ള മാർക്കുകൾ മാർക്ക് ലിസ്റ്റുമായി താരതമ്യം ചെയ്ത് ശരിയാണോ എന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം തിരുത്തലുകൾ ആവശ്യമില്ലെങ്കിൽ സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാർക്ക് സമർപ്പിക്കേണ്ടതാണ്. ഈ ഒരു വിദ്യാർത്ഥികൾക്ക് പിന്നീട് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ കാണിച്ചിട്ടുള്ള മാർക്കുകളിൽ മാർക്ക് ലിസ്റ്റിൽ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ ശരിയായ മാർക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം സബ്മിറ്റ് മാർക്ക് ഡാറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട ബോർഡുകൾ പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ ഓഫീസിൽ ലഭ്യമാക്കിയിട്ടില്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾ അവരവരുടെ ബോർഡ് പാസ്സായ വർഷം രജിസ്ട്രേഷൻ നമ്പർ എന്നിവ രേഖപ്പെടുത്തുമ്പോൾ ദൃശ്യമാകുന്ന പേജിൽ ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ വെബ്സൈറ്റിൽ നിന്നും നിഷ്കർഷിക്കുന്ന പോലെ രേഖപ്പെടുത്തി സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. വെബ് പേജിൽ കാണിച്ചിട്ടുള്ള മാർക്കിൻ്റെ തിരുത്തലുകൾ വരുത്തേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ ബോർഡ് ഡാറ്റ ലഭ്യമല്ലാതിരുന്നതിനാൽ മാർക്കുകൾ രേഖപ്പെടുത്തേണ്ടി വന്നവരും മാർക്കുകൾ സമർപ്പിക്കുന്നതിനോടൊപ്പം +2 അഥവാ തത്തുല്യ യോഗ്യതയുടെ മാർക്ക് ലിസ്റ്റ് PDF ഫോർമാറ്റിലുള്ളത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ രേഖകൾ വ്യക്തതയുള്ളതും വായിക്കാൻ കഴിയുന്നതും ആയിരിക്കണം. മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് യോഗ്യതാ പരീക്ഷയുടെ മാർക്കുകൾ വിജയകരമായി സമർപ്പിച്ചതിന് ശേഷം മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് സോഫ്റ്റ് കോപ്പിയായോ ഹാർഡ് കോപ്പിയായോ വിദ്യാർത്ഥികൾ സൂക്ഷിക്കേണ്ടതാണ്. വെബ് പേജിൽ കാണിച്ചിരുന്ന മാർക്കുകൾ തിരുത്തലുകൾ വരുത്തേണ്ടി വന്ന വിദ്യാർത്ഥികളും ബോർഡ് ഡാറ്റ ലഭ്യമല്ലാതിരുന്നാൽ മാർക്കുകൾ രേഖപ്പെടുത്തേണ്ടി വന്നവരും +2 മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ലഭ്യമാവുകയുള്ളൂ. മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് +2 മാർക്ക് ഷീറ്റ് എന്നിവ പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ ഓഫീസിലേക്ക് അയക്കാൻ പാടുള്ളതല്ല. എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് അപേക്ഷകൻ സമർപ്പിക്കുന്ന +2 മാർക്ക്, പരീക്ഷാ ബോർഡ് എന്നീ ഓരോ വിഷയത്തിനും ലഭിച്ച മാർക്ക്, പരമാവധി മാർക്ക്, ഓരോ വിഷയത്തിനും പാസ്സായ വർഷം എന്നിവ അഡ്മിഷൻ സമയത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതായിരിക്കും. പ്രവേശന പരീക്ഷാ കമ്മീഷണർ 17/4/2026 മുതൽ 22/4/2026 വരെ നടത്തിയ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതുകയും പ്രോസ്പെക്ടസിലെ ക്ലോസ് 9.7.5.1 പ്രകാരമുള്ള യോഗ്യത നേടുകയും ചെയ്തവർക്ക് തങ്ങളുടെ മാർക്ക് വിവരങ്ങൾ സമർപ്പിക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുകയും ക്ലോസ് 6 പ്രകാരം നിശ്ചിത യോഗ്യത നേടുകയും ചെയ്തവർക്ക് മാത്രമായിരിക്കും പ്രവേശനത്തിന് അർഹതയുണ്ടായിരിക്കുക. അപ്പോൾ ഹെൽപ്പ് ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.